അമേരിക്കൻ ഇന്ധന വിമാനം ഇറാഖിൽ തകർന്നു. US KC-135 റീഫ്യൂവലിംഗ് വിമാനമാണ് തകർന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി US വൃത്തങ്ങൾ വ്യക്തമാക്കി. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായ വിമാനമാണ് തകർന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും പ്രജിത് മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രജിത്ത്, ഈ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുടെ ഭാഗമായി ഈ വിമാനം തകർത്തതാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം തകർന്നു വീണതാണോ? ഗൗതം, എങ്ങനെയാണ് ആ വിമാനം തകർന്നതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം അമേരിക്ക ഈ വിമാനം തകർന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിരോധ മാർഗത്തിന്റെ ഭാഗമായിട്ടുള്ള തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള ആക്രമണങ്ങളോ തകർന്നതല്ല എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ വിമാനം തകർന്നതിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യവും ഈ ഘട്ടത്തിലും വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നുള്ളതുമാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഏറ്റവും പുതിയതായി അറിയിച്ചിട്ടുള്ളൊരു വിവരം. സ്വാഭാവികമായും ഇത്തരത്തിലൊരു അമേരിക്കയുടെ എയർ അസറ്റ് അവിടെ തകർന്നു വീഴുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ആക്രമണത്തിന്റെ ഭാഗമായിട്ടാണോ ഇതുണ്ടായതെന്നുള്ള സംശയങ്ങൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം USS ജെറാർഡ് ആർ ഫോർഡിൽ ഉണ്ടായ തീപിടുത്തവും സമാനമായ രീതിയിലൊരു ആക്രമണത്തിന്റെ ഭാഗമാണോ എന്നുള്ള സംശയങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ നിലനിൽക്കുന്നു. അമേരിക്ക ഈ രണ്ട് ക്ലെയിമുകളും ഈ ഘട്ടത്തിൽ നിരസിച്ചിരിക്കുകയാണ്. അമേരിക്ക ഏറ്റവും പുതിയതായി ഈ ഫ്യൂൽ ട്രാൻസ്പോർട്ട് ഷിപ്പ് അല്ലെങ്കിൽ റീഫ്യൂലിംഗ് വിമാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണമല്ല, മറിച്ച് ഫ്രണ്ട്ലി ഫയറുമല്ല എന്നുള്ളതാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താണ് ഈ ആക്രമണത്തിന് പിന്നിലുള്ളതെന്നുള്ളത് സ്ഥിരീകരണത്തിലേക്ക് അമേരിക്ക പോയിട്ടില്ല. ഒപ്പം ഏതെങ്കിലും രീതിയിൽ അമേരിക്കൻ വൈമാനികരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലും ഈ മണിക്കൂറിൽ നമുക്ക് വ്യക്തതയില്ല. ഗൗതം. ഓക്കെ പ്രജിത്ത്, അമേരിക്കയുടെ ഇന്ധന വിമാനം ഇറാഖിലാണ് തകർന്നു വീണിരിക്കുന്നത്. KC-135 റീഫ്യൂവലിംഗ് വിമാനമാണ് തകർന്നിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിന്റെ ഭാഗമായി ഏതെങ്കിലും രാജ്യങ്ങൾ വെടിവെച്ചിട്ടതാണോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത US നൽകുന്നില്ല. വിമാനം തകർന്നു എന്ന വ്യക്തത മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. പ്രജിത്താണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേർന്നത്.